സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്നത് കള്ളപ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചിലർ സർക്കാരിനെതിരെ കള്ളപ്രചാരണം നടത്തുകയാണെന്നും ചില മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായും മുഖ്യമന്ത്രി പമ്പയിൽ പറഞ്ഞു. അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നുവെന്നതാണ്. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. കറതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം. 2050 വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവർത്തികൾ ആരംഭിച്ചതു മുതൽ 148.5 കോടിയോളം രൂപ വിവിധ പദ്ധതികൾക്കായി സർക്കാർ അനുവദിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ബേസ് ക്യാമ്പായ നിലയ്ക്കലിന്റെ ലേഔട്ട് പ്ലാനിന് 2020 തന്നെ അംഗീകാരം നൽകി. ശബരി റെയിൽപാതയും റോപ്പ് വേയും വിമാനത്താവളങ്ങളും ഉൾപ്പെടുന്ന മാസ്റ്റർ പ്ലാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ സൗകര്യം മുൻനിർത്തിയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ഇതേവരെ കേന്ദ്ര ഗവൺമെന്റും നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകുന്നത്. അടുത്ത വർഷത്തോടെ ഇതിനാവശ്യമായ സ്ഥലം പൂർണ്ണമായി ഏറ്റെടുക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അനന്തു VS ചേരുന്നുണ്ട്. അനന്തു, മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. വളരെ വിശദമായി തന്നെ അദ്ദേഹം ആഗോള സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണെന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് സംഗമം പുരോഗമിക്കുന്നത്? എത്രത്തോളം പേർ പങ്കുചേരുന്നുണ്ട്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൈവ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വിശദമായി തന്നെ എന്താണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചില രാഷ്ട്രീയ മറുപടികളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ആഗോള അയ്യപ്പ സംഗമം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രധാന വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന K ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഈ പ്രധാന വേദിയിൽ നടക്കുന്നത്. മറ്റു രണ്ട് വേദികളിൽ കൂടി സമാനമായ രീതിയിൽ രണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്ന്, ശബരിമലയെ ഈ ഒരു തീർത്ഥാടന സർക്യൂട്ടായി മാറ്റുന്നതിനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള ചർച്ചകൾ ഒരു വേദിയിൽ നടക്കുന്നുണ്ട്. മറ്റൊരു വേദിയിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങളുടെ ഈ ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ടിയുള്ള അഭിപ്രായങ്ങൾ സമന്വയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയും മറ്റൊരു വേദിയിൽ നടക്കുന്നു. അങ്ങനെ 3 ചർച്ചകൾ ഇപ്പോൾ 3 വേദികളിലായി നടക്കുന്നുണ്ട്. നമ്മളിപ്പോഴുള്ളത് ഈ പ്രധാന വേദിയുടെ മുന്നിലാണ്. ഇവിടെ വെച്ചായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം വേദിയിലെത്തുകയായിരുന്നു. പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും ഉണ്ടായിരുന്നു. ഏകദേശം 3000-ഓളം ഡെലിഗേറ്റുകളാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് നേരത്തെ തന്നെ സംഘാടകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വേദി നിറഞ്ഞു കവിയുന്ന തരത്തിലുള്ള പങ്കാളിത്തവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയത് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. അതിനുശേഷം വിവിധ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മതാതീതമായ ഒരു ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന ഒരു ആരാധനാലയമാണ് ശബരിമല എന്ന കാര്യം മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. ശബരിമലയെ ആഗോളതലത്തിലേക്ക് ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയും അതുകൊണ്ട് തന്നെയാണ്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു അയ്യപ്പ സംഗമത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. പിന്നീടായിരുന്നു അദ്ദേഹം ചില രാഷ്ട്രീയ വിവാദങ്ങൾക്കുള്ള മറുപടി എന്നോണം ചില കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ചില സങ്കുചിത താല്പര്യങ്ങളോടുകൂടി ചിലർ ഈ അയ്യപ്പ സംഗമത്തെ തടയാൻ ശ്രമിച്ചിരുന്നു. അത് അയ്യപ്പ ഭക്തരോടുള്ള സ്നേഹമോ ശബരിമലയോടുള്ള സ്നേഹമോ കൊണ്ടല്ല, പകരം കേവലമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ചില ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തൻ ആരാണ് എന്ന തരത്തിലുള്ള ഒരു ഉദാഹരണമെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിനുശേഷം തത്വമസി എന്ന ആ ഒരു വാക്യത്തിന്റെ
അതിന്റെ അർത്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അന്യർ എന്ന് വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ അന്യരെയും താനാണെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു സന്ദേശം ശബരിമല നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവേചനമില്ലാത്ത, ജാതി മത ഭേദമില്ലാത്ത, യാതൊരു വ്യത്യാസവും കാണിക്കാത്ത തീർത്ഥാടന കേന്ദ്രമായിരുന്നു ശബരിമല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷമായിരുന്നു അദ്ദേഹം വിവിധ കാര്യങ്ങൾ പറഞ്ഞത്. ഈ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായി തന്നെ ശബരി റെയിൽ, അതോടൊപ്പം തന്നെ ശബരിമല വിമാനത്താവളം, റോപ്പ് വേ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വികസന പദ്ധതികൾ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ ശബരിമല വിമാനത്താവള പദ്ധതി അടുത്ത ഈ ഡിസംബറോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ഈ ഒരു അയ്യപ്പ സംഗമത്തിന്റെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ അയ്യപ്പ സംഗമത്തിന്റെ ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ചർച്ചയാണ് പുരോഗമിക്കുന്നത്. സൈമൺ, അനന്തു, ഇതിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളല്ലാതെ, പ്രതിനിധികളല്ലാതെ തന്നെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? തീർച്ചയായും സൈമ, നമ്മൾ നേരത്തെ ആ വേദിയിൽ കണ്ടതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും 2 മന്ത്രിമാർ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന മന്ത്രിസഭയിൽ നിന്നുള്ള മന്ത്രിമാരടക്കം ഉണ്ടായിരുന്നു. NSSന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. വിവിധ സാംസ്കാരിക സാമൂഹിക സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഭക്തർ, ഡെലിഗേറ്റുകളായി എത്തിയ ഭക്തരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഈ ജാതി സംഘടനകൾ, മതസംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇപ്പോൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതും ഈ പാനൽ ചർച്ചകളിൽ അവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സമഗ്രമായ ഒരു വികസനം ശബരിമലയിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. 3 ചർച്ചകളിലായി സ്വീകരിക്കുന്നത്. ഈ 3 ചർച്ചകളിലും ഉരുത്തിരിയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എല്ലാം സമന്വയിപ്പിച്ച് ക്രോഡീകരിച്ച് മന്ത്രി VN വാസവൻ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു സമാപന സദസ്സിൽ അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 ചർച്ചകളിലും ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ അതെല്ലാം കൂടി ഒരു നയരേഖയായി തന്നെ ഈ ദേവസ്വം വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള മാർഗരേഖകൾ സ്വീകരിക്കുകയാണ് ഈ 3 ചർച്ചകളിലൂടെ. സൈമ, ശരി അനന്തു, വ്യക്തമാണ്. പമ്പയിൽ അയ്യപ്പ സംഗമം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ അനന്തു VS ആണ് നൽകിയത്.